നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 45 മണിക്കൂർ ധ്യാനത്തിനായി ഇന്ന് കന്യാകുമാരിയിലെത്തും. ലോക്സഭാ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ് പ്രചാരണം പൂർത്തിയാക്കുന്ന ഇന്ന് വൈകിട്ട് മോദി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനത്തിനായി പ്രവേശിക്കുക. നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ വ്യാഴാഴ്ച മുതൽ 3 ദിവസത്തേക്ക് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയ തീരത്ത് ബുധനാഴ്ച സഞ്ചാരികളെ പരിശോധനയ്ക്ക് ശേഷമാണ് പാറയിലേക്ക് കടത്തിവിട്ടത്. വ്യാഴാഴ്ച വൈകിട്ട് കന്യാകുമാരിയിലെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമോ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിനു മുന്നോടിയായി ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാകും. വേനൽ അവധിക്കാലത്തിന്റെ അവസാന നാളുകളിലാണ് പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി സന്ദർശനം അറിയിച്ചത്. ഉത്തരേന്ത്യക്കാർ ഉൾപ്പെടെയുള്ള നിരവധി ടൂറിസ്റ്റുകൾ എത്തുന്ന സമയമാണ് ഇപ്പോൾ. പത്മനാഭപുരം കൊട്ടാരം, ശുചീന്ദ്രം ക്ഷേത്രം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മുൻകൂട്ടി നിശ്ചയിച്ച കന്യാകുമാരി യാത്രയ്ക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം തടസ്സമുണ്ടായേക്കും എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നിയന്ത്രണവും പരിശോധനയും ഒഴിവാക്കാൻ അധികം പേർക്കും യാത്ര മാറ്റിവെക്കേണ്ടി വരും എന്നും പറയുന്നുണ്ട്. മഴ പെയ്യുന്നതും സന്ദർശകർക്ക് പ്രതികൂലമാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിൽ കന്യാകുമാരിയിൽ എത്തും അദ്ദേഹം ഇന്ന് വൈകുന്നേരം. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം ഇനി അപ്രതീക്ഷിതമായ ഏതെങ്കിലും തരത്തിലൊരു റോഡിലൂടെ അദ്ദേഹത്തിന്റെ ഒരു സന്ദർശനമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവും, അതായത് കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരം വഴിയാണ് ഡൽഹിയിലേക്കും അദ്ദേഹം പോകുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് കൂടി വന്നതിന് ശേഷമാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത്. വിവേകാനന്ദ പാറയിൽ തന്നെയാണ് അദ്ദേഹം ധ്യാനത്തിന് എത്തുന്നത്. അതിനുശേഷം ഇദ്ദേഹം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു ആൾക്കാരുടെ എണ്ണം ഇതിനേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം മുൻപ് നടത്തിയ ധ്യാനത്തിലിരുന്ന സ്ഥലത്ത് അതേപോലെ തന്നെ 3 ധ്യാന കേന്ദ്രങ്ങൾ കൂടി, അല്ലെങ്കിൽ അതേപോലെ 3 ഗുഹകൾ കൂടി നിർമ്മിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയൊരു ഒരു നാടും തന്നെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി അത് മാറാൻ സാധിക്കുന്ന, ഒരു സ്പോട്ടായിട്ട് മാറാൻ സാധിക്കുന്ന ഒരു ഇടയാക്കി മാറ്റുകയും ചെയ്തിരുന്നു. കന്യാകുമാരിയിലും സാധാരണഗതിയിൽ കന്യാകുമാരിയിൽ വലിയ രീതിയിൽ ഉത്തരേന്ത്യ അടക്കമുള്ള നിരവധി ആളുകൾ കന്യാകുമാരിയിൽ എത്തുന്നുണ്ട്. ഇപ്പോഴും ഒരുപക്ഷെ അദ്ദേഹം മോദി പോയതിനു ശേഷം കുറച്ചുകൂടി ആളുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയും വരുന്നുണ്ട്. എന്തായാലും നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരത്തോടു കൂടി കന്യാകുമാരിയിലെത്തും.